പോക്സോ കേസിൽ മോട്ടിവേഷൻ സ്പീക്കർ പിടിയിലായത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഫിലിപ്പ് മമ്പാട്. അറസ്റ്റ് 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉടൻ കേരളത്തിലെത്തും. വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാൻ അവസരം. വീണ്ടും ജോസ് കെ മാണിയെ തിരുത്തി റോഷി അഗസ്റ്റിൻ. ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കും. കേരള കോൺഗ്രസ് നാഥനില്ലാത്ത പാർട്ടി അല്ലെന്ന് പ്രതികരണം. സിറ്റിംഗ് MLA-മാർ പോലും മത്സരിക്കുന്നതിന് തീരുമാനമായിട്ടില്ലെന്ന് ജോസ് കെ മാണിയുടെ തിരുത്ത്. തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ അന്വേഷണ റിപ്പോർട്ട്. ദേവസ്വത്തിന് വീഴ്ച പറ്റി, ഉദ്യോഗസ്ഥ ഗൂഢാലോചനയില്ല. ADGP അജിത് കുമാറിനെതിരെ പരാമർശമില്ലെന്ന് സൂചന. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ADGPക്ക് നൽകി. നേരത്തെ പാഠപുസ്തകം വിതരണം ചെയ്യുന്നതിനെ പരിഹസിച്ച രമേശ് ചെന്നിത്തല വെട്ടിലായി. റിസൾട്ട് വരുന്നതിന് മുൻപോ പുസ്തകം വിതരണമെന്ന് ചെന്നിത്തലയുടെ പരിഹാസം. നേരത്തെ പാഠപുസ്തകം നൽകുന്നത് കുറ്റമാണോ എന്ന് വിദ്യാഭ്യാസ മന്ത്രി. പാഠപുസ്തകം കിട്ടാത്ത കാലമുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ മോഷണം. 2 കോടി വിലമതിക്കുന്ന ആനക്കൊമ്പുകൾ മോഷണം പോയി. നടന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച. DJ പാർട്ടിക്ക് വന്നവർ മോഷണം നടത്തിയെന്ന് FIR. കൊല്ലത്ത് വൻ സൈബർ തട്ടിപ്പ്. കുണ്ടറ സ്വദേശി വയോധികന് 1,65,00,000 രൂപ നഷ്ടമായി. ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. സൈനിക ശക്തി കൂട്ടാൻ സുപ്രധാന നീക്കവുമായി രാജ്യം. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നു. ഫ്രാൻസുമായി ഉടൻ കരാർ ഒപ്പിടും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തും. ബംഗ്ലാദേശിനെ ഇനി താരിഖ് റഹ്മാൻ നയിക്കും. BNP പാർട്ടിക്ക് ഉജ്ജ്വല വിജയം. അധികാരത്തിൽ തിരിച്ചെത്തുന്നത് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് നാടുവിട്ട നേതാവ്.